ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാലക്കിടെ ഹരികൃഷ്ണനോട് സംസാരിച്ച തിരുവനന്തപുരം സ്വദേശിനിയായ വിജയമ്മയുടെ ആ ഒരു സന്തോഷം, അവരുടെ ഒരു ആഗ്രഹം എന്നുള്ളത് നമ്മുടെ റിപ്പോർട്ടർ ഹരികൃഷ്ണൻ അത് ആഗ്രഹം, ചെറിയൊരു ആഗ്രഹമാണ്, അത് സാധിച്ചു കൊടുത്തു. നോക്കാം നമുക്ക്. പത്രത്തിൽ ടിവിയിലൊക്കെ വരും. അമ്മ എവിടെ പോണു? വെള്ളം എടുക്കാൻ പോണേ. എന്താ അമ്മയുടെ പേരെന്താ? എന്റെ പേര് വിജയമ്മ. വിജയമ്മ എവിടുന്നാ വരണേ? സ്ഥലം കൊഞ്ചറ, വെമ്പായം കൊഞ്ചറ. അമ്മ എവിടെ പൊങ്കാലർപ്പിക്കാൻ എവിടെ ഇരിക്കണേ? അവിടെ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വരാം കേട്ടോ. ഞാൻ ചെന്നിട്ട് ടിവി ഇട്ട് നോക്കാം. അമ്മ ഇപ്പൊ പൊക്കോണ്ടിരിക്കുക, ലൈവായിട്ട് പൊക്കോണ്ടിരിക്കുക. അമ്മ വെള്ളം എടുത്തോ? വെള്ളം എടുക്കാം. ഓ ശരി ശരി. അവിടെ ഞാൻ വരാം കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് വരാം. അടുപ്പിൽ അഗ്നി പകർന്നു, പൊങ്കാലയ്ക്ക് തുടക്കമായി. ടിവിയിൽ വരണോ നല്ല ആഗ്രഹം ഉണ്ട്. പിന്നല്ലാതെ പിന്നെ പിള്ളേരൊക്കെ കാണണ്ടേ, എന്നോട് പറഞ്ഞാണ് വിട്ടത്. ഓ പിന്നല്ലാതെ. ബിജു വിഎസിനൊപ്പം ടി എസ് ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ടി എസ് ഹരികൃഷ്ണനുണ്ട്. ഹരി, ആ അമ്മയുടെ ഒരു ആഗ്രഹം ടി വി ഇട്ട് നോക്കുമ്പോൾ എൻ്റെ മുഖം കാണണം എന്നുള്ളതാണ്. അവരുടെ ബന്ധുക്കൾക്ക് എന്തായാലും കാണാൻ പറ്റിയിട്ടുണ്ടാവും. പിന്നീട് കണ്ടിരുന്നോ ഈ അമ്മയെ? പിന്നീട് ഈ അമ്മയെ കാണാൻ ഞാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഈ വാർത്ത പോയതിന് ശേഷം നമ്മുടെ വെമ്പായത്ത് നമ്മുടെ സ്ട്രിങ്ങർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവരെ വീട്ടിൽ ഇത് കണ്ട് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു. അപ്പം അടുത്ത മാർച്ച് 13-നാണ് ആറ്റുകാൽ പൊങ്കാല. അതിന് മുന്നോടിയായി ഞാൻ ഈ വിജയമ്മ അമ്മയെ പോയെന്ന് കാണാൻ വേണ്ടി ഇരിക്കുക. തികച്ച യാദൃച്ഛികമായി സംഭവിച്ചതാണ്. ഞാൻ ലൈവ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ മുമ്പിൽ കൂടെ അമ്മ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതിനിടയിലാണ് അമ്മ ഈ പിടിക്കുന്നതൊക്കെ ടി വിയിലും പത്രത്തിലും ഒക്കെ വരുമോ, അപ്പോൾ ഞാൻ ലൈവിനിടയിൽ ഇത് കേൾക്കുക. അങ്ങനെയാണ് അമ്മയെ പിടിച്ചു നിർത്തി സംസാരിച്ചു. അപ്പോൾ തന്നെ ലൈവിൽ തന്നെ 2-3 മിനിറ്റ് സംസാരിച്ചു. പിന്നെ അത് വാർത്തയാക്കി. അമ്മയ്ക്കും സന്തോഷമായി, എനിക്കും സന്തോഷമായി. അതെ, ആ വിജയമ്മ അമ്മ ചോദിക്കുന്നുണ്ട്, ചോദിക്കുമോളെ ഇതൊക്കെ ടി വിയിൽ വരുമോ എന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്കും സംസാരിക്കാൻ താല്പര്യമുണ്ട് എന്നാണ്. ഓരോ മനുഷ്യന്മാരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ്. ചെറിയ ആഗ്രഹങ്ങൾ നടപ്പാകുമ്പോഴാണല്ലോ അതെ ഏറ്റവും വലിയ സന്തോഷം നമ്മളും അനുഭവിക്കുക.